സർവശക്തിയായ ജഗന്നിയന്താവായ തമ്പുരാൻ അവന്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കി ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സുഹൃതവന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ മാസത്തെ പരിഗണിച്ചുകൊണ്ട് ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമഗ്രതയും സാർവലൗകികതയും പ്രായോഗികതയും ഈ മൂന്ന് സവിശേഷതകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചില വിശദാംശങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതം കൊണ്ട് നമുക്ക് സമ്മാനിച്ച വിശുദ്ധ ഖുർആൻ എത്രയൊക്കെ ഏതെല്ലാം കോണുകളിലൂടെ വിശദീകരിച്ചാലും അതിൻ്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് നമുക്ക് പലപ്പോഴും വിലയിരുത്താനും നോക്കിക്കാണാനും കഴിയുക. ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം 23 വർഷം കൊണ്ട് മക്കയിലും മദീനയിലുമായി അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചെടുത്ത ഒരു മഹാവിപ്ലവമുണ്ട്. അത് കേവലം മക്കയിലും മദീനയിലും അതിന്റെ ചുറ്റുപാടുകളിലുള്ള അറേബ്യ ഭൂപ്രദേശത്തും മാത്രം ഒതുങ്ങി നിന്നതല്ല. ലോകത്തെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ജോർജ് ബെർണാഡ് ഷയുടെ വാചകങ്ങൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു നൂറ്റാണ്ടിന്റെ 4/1 അഥവാ 23 വർഷം കൊണ്ട് ഭൂമിയുടെ 3/1 കീഴടക്കാൻ കഴിഞ്ഞ മുഹമ്മദിന്റെ ജീവിതം എനിക്ക് അത്ഭുതമാണ്. മുഹമ്മദിനെ പോലെ ഒരു മനുഷ്യന്റെ കൈകളിലായിരുന്നു ലോകത്തിന്റെ കടിഞ്ഞാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയും ഏറ്റവും മനോഹരമായി പരിഹരിക്കപ്പെടുമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു ഒറ്റപ്പെട്ട നിരീക്ഷണമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വ്യത്യസ്തമായ രീതിയിൽ സമീപിച്ച, വ്യത്യസ്തമായ രീതിയിൽ പഠനവിധേയമാക്കിയ, ലോകം അംഗീകരിച്ച ഒരുപടി ചിന്തകന്മാർ, ദാർശനികന്മാർ ആ ജീവിതത്തിന്റെ സന്ദേശം വിലയിരുത്തുന്നത് ഇതേ ശൈലിയിൽ തന്നെയാണ്. അഥവാ പൂർണ്ണനായ ഒരു മനുഷ്യൻ എന്നല്ല, ലോകത്ത് വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ വളരെ പരിമിതമായ ഒരു കാലയളവ് കൊണ്ട് നേടിയെടുത്ത മനുഷ്യൻ. നാം ജീവിക്കുന്ന കാലം ഒരുപാട് മാറേണ്ടതുണ്ട്. നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ചരിത്രവും വർത്തമാനവും തമ്മിൽ അത്ര വലിയ അന്തരം നാം അഭിമുഖീകരിക്കുന്നു. നാം ഉമ്മത്ത് മുഹമ്മദാണ്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്, സമൂഹമാണ് എന്ന് ഊറ്റം കൊള്ളുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മാതൃകയായി കാണിച്ച പലതും ചോർന്നു പോയിരിക്കുന്നു. ബോധപൂർവമോ അല്ലാതെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറിയ ഏതൊക്കെയോ ചില ആചാരങ്ങളിൽ, ചടങ്ങുകളിൽ, ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ, പള്ളികളിൽ മാത്രം ഒതുങ്ങേണ്ടതാണ് എന്ന് നല്ലൊരു ശതമാനം ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു. ഇത് മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ച ഒരു ജീർണതയുടെ ഭാഗമാണ്.
ഞങ്ങൾക്ക് ആരായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ സ്വാധീനം എന്താണ്? യഥാർത്ഥത്തിൽ ആ ഗൗരവം നമ്മളിൽ നിന്ന് ചോർന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ ഓരോ ഇഴയനക്കങ്ങളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക നമുക്ക് നഷ്ടമായി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് വിഭിന്നമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനൊക്കെ ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോലും പറയപ്പെടുന്ന ചില ചരിത്രങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ, അതും ജൂതമത വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട് വിൽപ്പനക്ക് വെച്ചു അത്രേ. നമുക്കറിയാവുന്നതാണ്. ആ മനുഷ്യൻ ആ വീടിന് വില പറയുന്നത് പ്രാദേശികമായി തന്റെ നാട്ടിൽ നിലനിൽക്കുന്ന നടപ്പു വിലയേക്കാൾ ഉയർന്ന വിലയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആളുകൾ ആ വീടിന്റെ സവിശേഷതകൾ ചോദിച്ചു. സ്വാഭാവികമാണ്, വാങ്ങാൻ ആഗ്രഹിക്കുന്നവൻ താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ വീടിന് വില കയറ്റി പറഞ്ഞു എന്ന അന്വേഷണം ഉണ്ടാകും. ആ ജൂതനായ മനുഷ്യൻ തന്റെ വീടിന്റെ ഗുണഗണങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നില്ല അതിന് വില കൂട്ടിയത്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പോയിന്റ്, എന്റെ വീടിന്റെ മൂല്യം ഞാൻ ഇത്ര ഉയർത്തി പറയാനുള്ള ഒരേ ഒരു കാരണം എന്റെ അയൽവാസിയായ മനുഷ്യൻ ഒരു മുസ്ലിമാണ്. എന്റെ അയൽവാസിയായ മനുഷ്യൻ മുസ്ലിമാണ് എന്നത് എന്റെ വീടിന്റെ മൂല്യം ഉയരാൻ ഞാൻ കാരണമായി വിലയിരുത്തുന്നു. ആലോചിച്ചു നോക്കൂ, അപ്പോൾ എത്രമാത്രം ആ മുസ്ലിമിനോടുള്ള പരിഗണന ഈ ജൂതനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. ഇതൊരു ചരിത്രമാണ്. പക്ഷെ വർത്തമാനത്തിൽ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത്, മുസ്ലിമാണോ താങ്കൾ എങ്കിൽ രോഗബാധിതനായി മരണാസന്നനായ മനുഷ്യനാണെങ്കിൽ പോലും താങ്കളുടെ രക്തം ഈ രോഗിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നിടത്താണ്. മുസ്ലിമാണോ താങ്കൾ എങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങൾ താമസിക്കാൻ വീട് വാടകയ്ക്ക് തരാൻ സന്നദ്ധരല്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ രാജ്യത്തിന്റെ പല പുരോഗതി പ്രാപിച്ച നഗരങ്ങളും ഉള്ളത് എന്നതൊരു ദുരന്തമാണ്. യഥാർത്ഥത്തിൽ ആ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ വർത്തമാനത്തിലേക്കുള്ള അന്തരം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് മുസ്ലിമാണ് എങ്കിൽ താങ്കളെ ഞങ്ങൾ പരിഗണിക്കുന്നു, മുസ്ലിമാണ് എങ്കിൽ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുന്നു, മുസ്ലിമാണ് എങ്കിൽ താങ്കളുടെ വാക്കുകൾ ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു, മുസ്ലിമാണ് എങ്കിൽ താങ്കളുടെ ജീവിതത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് നിന്ന് നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ഞങ്ങൾ വീട് തരാൻ സന്നദ്ധരല്ല, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങളുടെ രക്തം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ലോകം തന്നെയും മാറിപ്പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് സൂക്ഷ്മമായി നിർദ്ധാരണം ചെയ്യേണ്ടത് സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്ന കാന ഖുൽഖുഹു ഖുർആൻ, കാന ഖുർആനുൻ യംശി അലൽ അർദ്. അദ്ദേഹത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ്. അദ്ദേഹം ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ്. അദ്ദേഹം ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ് എന്നത് മാത്രമല്ല, അദ്ദേഹം സ്ഥാപിച്ചെടുത്ത, സംസ്കരിച്ചെടുത്ത നല്ലൊരു ശതമാനം, അങ്ങനെയാണല്ലോ, യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വയഹിക്മ, എല്ലാ ജീർണതകളും പേറി ജീവിച്ചിരുന്ന ഒരു സമൂഹം. ചൂതാട്ടമുണ്ട്, മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, കൊള്ളരുതായ്മകൾ, എന്തെല്ലാം പറയാൻ കഴിയുമോ അതൊക്കെയും പേറി നടന്നിരുന്ന ജീർണതയുടെ ഏറ്റവും മൂർത്തമായ ഒരു സമൂഹത്തെയാണ് ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ചിരുന്നിടത്തു നിന്ന് ലോകത്തിന്റെ നേതാക്കളാക്കി മാറ്റാൻ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കുന്നത്. ആ ലോകത്തെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് ചോദിച്ചാൽ അവർക്കിടയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഇടപെടലുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമിന്റെ എല്ലാം ഞാൻ അംഗീകരിക്കാം, താങ്കൾ പറയുന്ന എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കാം, ഒരു കാര്യം മാത്രം എനിക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ച മൈസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വ്യഭിചാരം മാത്രം എനിക്ക് അനുവദിച്ചു തന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഒഴിവാക്കാൻ തയ്യാറാണ്. ആ മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപനം എന്തായിരുന്നു? ശരി, താങ്കൾക്ക് വ്യഭിചാരം മാത്രം അനുവദിച്ചു തന്നിരിക്കുന്നു, താങ്കൾക്ക് പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിക്കണം. പക്ഷേ വ്യഭിചാരം മാത്രം താങ്കൾക്ക് അനുവദിച്ചു തരുമ്പോഴും താങ്കൾ വ്യഭിചരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന പെണ്ണിന് ഒരു യോഗ്യത ഉണ്ടാകണം, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം. എന്താണെന്നോ, താങ്കളുടെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിച്ചാൽ താങ്കൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. താങ്കളുടെ ഭാര്യയെ ഇല്ല, താങ്കളുടെ മകളെ ഇല്ല, താങ്കളുടെ സഹോദരിയെ ഇല്ല. അവരെ ഒക്കെ ഞാൻ കൈകാര്യം ചെയ്യും എന്നതാണ് എൻ്റെ നിലപാട്. എങ്കിൽ ശരി, താങ്കൾ പോയിക്കോളൂ, താങ്കൾക്ക് ഈ നിമിഷം മുതൽ വ്യഭിചാരം അനുവദനീയമാണ്. പക്ഷേ താങ്കൾ വ്യഭിചാരത്തിന് വേണ്ടി സമീപിക്കുന്ന സ്ത്രീ മറ്റൊരാളുടെയും ഉമ്മയോ സഹോദരിയോ ഭാര്യയോ മകളോ ആയിരിക്കരുത്. എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ ആ മരുന്ന് വെച്ച് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ ഉള്ളിലെ വൈകാരികതയുടെ ഇടയിലാണ്. എൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി, അതൊക്കെയും ഞാൻ പവിത്രമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അനാവശ്യമായി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കൈവെക്കുന്നുണ്ടെങ്കിൽ അവളും മറ്റൊരാളുടെ ഉമ്മയാണ്, അവളും മറ്റൊരാളുടെ ഭാര്യയാണ്, അവളും മറ്റൊരാളുടെ സഹോദരിയാണ്, അവളും മറ്റൊരു പിതാവിന്റെ മകളാണ്. എത്ര മാന്യമായിട്ടായിരുന്നു ആ മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു തിന്മയുടെ ആസ്വാദനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ്. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഇസ്ലാമിന്റെ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല, പക്ഷെ എനിക്ക് മുസ്ലിം ആകണം, ഒരു കാര്യം മാത്രം ഞാൻ അംഗീകരിച്ചു കൊള്ളാം, ഏതെങ്കിലും ഒരു കാര്യം എന്നെ പഠിപ്പിക്കൂ. ശരി, താങ്കൾ പോയിക്കോളൂ, താങ്കൾക്ക് ഒരേ ഒരു കാര്യം മാത്രം താങ്കൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി, കളവ് പറയാൻ പാടില്ല. ശരി, എത്ര നിസ്സാരമാണ്, നുണ പറയാതിരിക്കുക. കുപ്രസിദ്ധനായ മോഷ്ടാവാണ് ഈ മനുഷ്യൻ. അദ്ദേഹം രാത്രിയിൽ അദ്ദേഹത്തിന്റെ തൊഴിലിന് വേണ്ടി ഇറങ്ങി, അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി. ആ സന്ദർഭത്തിലാണ് ഈ മനുഷ്യൻ ഓർക്കുന്നത്, നാളെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ചെന്നാൽ അള്ളാഹുവിന്റെ റസൂലുമായി ചെയ്ത കരാറ് പ്രകാരം ഞാൻ സത്യം പറയണം. മോഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ മോഷ്ടിച്ചു എന്ന് പറയണം. എവിടെയാണ് കയറിയത്, എന്താണ് എടുത്തത്, ഞാൻ പറയേണ്ടി വരും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ മാറ്റിയെടുക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് 70ഓളം ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും കഴിയാത്ത വിധം അത്ഭുതകരമായ നീക്കം നടത്തിയ മനുഷ്യനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. നിസ്സാര സമയത്തുള്ളിലാണ്, ഒരു ദിവസം അല്ല, ഒരു മണിക്കൂർ തന്റെ ഗോത്രത്തിലെ 70ഓളം ആളുകളാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുന്നത്. പക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, യാ ഇബ്നു സൗദ, കറുത്തവളുടെ പുത്ര. അതിലെന്താ തെറ്റ്? ബിലാലിന്റെ ഉമ്മയും കറുത്തതാണ്, വാപ്പയും കറുത്തതാണ്, ബിലാലും കറുത്തതാണ്, ബിലാലിന്റെ നാട്ടുകാരൊക്കെ കറുത്തതാണ്. പക്ഷെ അള്ളാഹുവിന്റെ ദീനിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഈ വർത്തമാനം പറഞ്ഞപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു, കറുത്തവളുടെ പുത്ര എന്ന് എന്റെ തൊലി നിറം വെച്ച്, അല്ലെ, ജാതി ആക്ഷേപം. അത് വലിയൊരു സംഗതിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനെ വിളിച്ചിട്ട് തീക്ഷ്ണമായ സ്വരത്തിൽ, നീ വിളിച്ചു, അൻത റജുലുൻ ഫീക ജാഹിലിയ, നീ ഒരു മനുഷ്യനാണ്, പക്ഷേ ഇപ്പോഴും ജാഹിലിയത്തിന്റെ ചാബല്യങ്ങളും ദൗർബല്യങ്ങളും പേറി നിൽക്കുന്നവനാണ് നീ, തിരുത്തണം.
മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞു. എങ്ങനെ? തന്റെ കവിൾത്തടം ബിലാലിന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി വെച്ചിട്ട്, ബിലാലെ എന്നെ ഒന്ന് ചവിട്ടുകയെങ്കിലും ചെയ്യൂ, എനിക്ക് പുറത്തു തരണം. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തെ മാറ്റിയത്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ വ്യക്തികളെ മാറ്റിയത്. ആ മാറിയ വ്യക്തികളാണ് ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുത്തത്. ഞാൻ പറഞ്ഞത്, ഒരുപാട് ജാഹിലിയത്തുകളെ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ അട്ടിപ്പേറായി കൊണ്ടു നടക്കുന്ന ഉമ്മത്ത് മുസ്ലിമ, പക്ഷേ ആഘോഷത്തിന്റെ പൊലിമ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയവരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ, മൻ അഹബ്ബനി മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തിനെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. വമൻ അഹബ്ബനി, എന്നെ സ്നേഹിച്ചവൻ ആരാണോ, കാന മഈ ഫിൽ ജന്ന, അവൻ നാളെ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ സുന്നത്തിനെ സ്നേഹിച്ചവനാണ്. അഥവാ ജീവിതത്തിലേക്ക് ഞാൻ പകർന്നു തന്ന, നമ്മൾ ആലോചിച്ച് നോക്കൂ, പോകേണ്ട ലക്ഷ്യം എന്താണ് എന്ന് നമുക്കറിയാം. എത്തിച്ചേരേണ്ട സമയം എപ്പോഴാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെന്ന് നമുക്കറിയാം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിയറിയില്ലെങ്കിൽ പിന്നെ ആ ലക്ഷ്യത്തെക്കുറിച്ച ബാക്കി അറിവുകളൊക്കെ വൃഥാവിലായി പോയില്ലേ? എന്ത് ഗുണമാണ് പിന്നെ അറിവ് കൊണ്ട് നമുക്കുള്ളത്? നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയറിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ യാത്ര നിഷ്ഫലമായതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാണിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ഈ ശരീരത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന ഒരു ആത്മാവുണ്ടല്ലോ, ആ ആത്മാവ് പുറപ്പെട്ടു വന്ന ഒരു ലോകമുണ്ട്, ആലമുൽ അർവാഹികളുടെ ഒരു ലോകം, അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന്. നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയെ അടിമുടി വരച്ചു വെച്ചതിന് ശേഷം വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കടന്നു ചെല്ലാനുള്ള നിങ്ങളുടെ ലക്ഷ്യസങ്കേതം, നിങ്ങൾ നേടിയെടുക്കാനുള്ള ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴിയോ, ആ വഴി എന്താണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ആഢ്യത്വത്തോടുകൂടി, ഇസ്സത്തോടുകൂടി, വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅ്ലൗന ഇൻ കുന്തും മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ആഢ്യത്വത്തോടുകൂടി നിങ്ങൾ ദുഃഖിക്കാതെ, സങ്കടപ്പെടാതെ, വേവലാതിപ്പെടാതെ, ബേജാറാകാതെ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഇസ്സത്താണ് 23 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും നിന്ന് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു മഹാസംസ്കാരമായി പരിലസിക്കും വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ്. ആ സംസ്കാരത്തെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു വെച്ച ജോർജ് ബെർണാഡ് ഷേയുടെ വാചകങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചത്. ഒരു നൂറ്റാണ്ടിന്റെ 4/1 കൊണ്ട് ഭൂമിയുടെ 3/1 കീഴ്പ്പെടുത്തിയ മുഹമ്മദ് എനിക്ക് അത്ഭുതമാണ് എന്ന് അദ്ദേഹം അത്ഭുതം കൊള്ളുന്നത്. അദ്ദേഹം മാത്രമല്ല, ചരിത്രത്തിൽ ഉടനീളം അള്ളാഹുവിന്റെ റസൂൽ വിസ്മയപ്പെട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ വിസ്മയം കൊണ്ടിട്ടുണ്ട്. ആ വിസ്മയത്തെ ഇനിയും നമുക്ക് ആവർത്തിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ ലോകത്തെ മാറ്റിപ്പണിതിട്ടുണ്ടെങ്കിൽ ആ മാറ്റിപ്പണിയലിന്റെ തുടർച്ച നമുക്കും സാധ്യമാകേണ്ടതുണ്ട്. അതാണ് മർമ്മം. ആ മാറ്റിപ്പണിയലിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ സൂക്തം ഞാനിവിടെ പാരായണം ചെയ്തു വെച്ചു. സുദീർഘമായി വിശദീകരിക്കേണ്ട ഒരു പാഠഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അല്ലദീന യത്തബിഊന അർ-റസൂല അൻ-നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. നിരക്ഷരനായ ആ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ പിന്തുടരുന്ന ആളുകളുടെ ഉദാഹരണം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മുൻകഴിഞ്ഞ വേദഗ്രന്ഥമായ ഇൻജീലിലും തൗറാത്തിലുമൊക്കെ പറയുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആരെക്കുറിച്ച്? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചല്ല. അല്ലദീന യത്തബിഊന റസൂല,
അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരുന്നവരെ കുറിച്ച് യത്തബിഊൻ അഥവാ ഞാനും നിങ്ങളും, എന്നെയും നിങ്ങളെയും കുറിച്ച് തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ ഭാഷയിൽ, വിശുദ്ധ ഖുർആനിന്റെയും ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതാ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളിൽ ഒന്ന് യഅ്മുറുഹും ബിൽ മഅ്റൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണ് അവർ. നന്മയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന, നീതിയെക്കുറിച്ച് പറയാൻ കഴിയുന്ന, സാഹോദര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന, സമവായത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന, സ്നേഹത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന, എന്നെല്ലാം നന്മയുടെ വാചകങ്ങളിൽ എന്തെല്ലാം ഈ ലോകത്ത് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ അതൊക്കെയും കൽപ്പിക്കാൻ കഴിയുന്ന, നടപ്പിലാക്കാൻ കഴിയുന്നവരാണ് ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ. നന്മ സ്ഥാപിക്കുക മാത്രമല്ല, വയൻഹാഹും അനിൽ മുൻകർ, തിന്മ തടയുകയും ചെയ്യുന്നു. തിന്മയെ ഇല്ലാതാക്കിയാലാണ് നന്മയെ വളർത്തിയെടുക്കാൻ കഴിയുക. കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റാൻ പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ട്. നിങ്ങൾ ശബ്ദമുയർത്തിയത് കൊണ്ടായില്ല, വെടിക്കോപ്പുകൾ കൊണ്ട് ആർത്തു വിളിച്ചത് കൊണ്ടായില്ല. കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റണമെങ്കിൽ ഒരു ചെറിയ തിരിയുടെ വെളിച്ചവുമായി നിങ്ങൾ കടന്നു ചെന്നാൽ മതി. ഇരുട്ട് സ്വയം വഴിമാറിപ്പോകും, ജാഹിലിയത്ത് വഴിമാറിപ്പോകും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളുടെ ഒന്നാമത്തെ അടയാളം അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, രണ്ടാമത്തേത് അവർ തിന്മ തടയുന്നവരാണ്, മൂന്നാമത്തേത് വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, ആ പ്രവാചകൻ അവർക്ക് എല്ലാ നല്ലതും അനുവദിച്ചു കൊടുക്കുന്നു, അവരും അങ്ങനെ നല്ലത് അനുവദിച്ചു കൊടുക്കുന്നവരാണ്. പ്രവാചകന്റെ ചര്യ എന്താണോ ആ ചര്യ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഹബായിസ് എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ മ്ലേച്ഛതകളെയും, എല്ലാ നെറികേടുകളെയും, എല്ലാ തോന്നിവാസികളെയും അടർത്തി മാറ്റിക്കളയുന്നു ഈ പ്രവാചകൻ. ആ പ്രവാചകന്റെ അനുയായികളും അങ്ങനെ തന്നെയാണ്. വയളവൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, മനുഷ്യരുടെ മുതുകിനെ ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന, വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവർക്ക് മോചനത്തിന്റെ വഴിയൊരുക്കി കൊടുക്കുന്നു. അഥവാ വിമോചകനാണ് പ്രവാചകൻ. ആ പ്രവാചകന്റെ അനുയായികൾ വിമോചകരാണ്. തങ്ങളുടെ സമൂഹത്തിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ച് നന്മയെ സ്ഥാപിച്ചെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന, തിന്മക്കെതിരെ ജാഗ്രതായിരിക്കുന്ന, എല്ലാ നല്ലതിനെയും അനുവദിച്ചു കൊടുക്കുകയും എല്ലാ മോശപ്പെട്ടതിനെയും നിരോധിക്കുകയും ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ആ ചങ്ങലക്കെട്ടുകളെ മുഴുവനും പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ എന്നത് പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടർച്ചയെന്നോണം ഏറ്റെടുക്കാനുള്ളതാണ്. ഫല്ലദീന ആമനൂ ബിഹി, അപ്പോൾ ഈ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾ, വഅസ്സറൂഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്ന ആളുകൾ, വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകൾ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ വെളിച്ചത്തെ ജീവിതത്തിന്റെ വെളിച്ചമായി ഏറ്റെടുത്ത ആളുകളുണ്ടല്ലോ, ആ മനുഷ്യരാണ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വിജയികളായി തീരാനുള്ള ആളുകൾ. അവരുടെ മുമ്പിലാണ് വിജയത്തിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്ന വിഷയത്തിന്റെ ഗൗരവം എന്താണ് എന്ന് ചോദിച്ചാൽ, കുറെ കെട്ടുകാഴ്ചകളിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ, ഞങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും സ്നേഹിക്കുന്നത് എന്ന് ഏതൊക്കെയോ ചില കാഴ്ചകളിലൂടെ മാത്രം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ്, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന്, വഅലാ ആലി മുഹമ്മദ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലുമ്പോ, നിങ്ങൾ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹുവിന്റെ മാലാകമാർ നിങ്ങളുടെ മേൽ 10 സലാത്ത് ചൊല്ലുമെന്ന് പഠിപ്പിക്കപ്പെട്ട, അള്ളാഹുവും അള്ളാഹുവിന്റെ മാലാകമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലിയിരിക്കുന്നു, നിങ്ങളും സലാത്ത് ചൊല്ലൂ എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം. പക്ഷേ കേക്ക് മുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഉണ്ണിയേശുവിനെയും
ഉണ്ണിക്കണ്ണനെയും പോലെ ഉണ്ണി മുഹമ്മദിനെ വാഹനത്തിലേറിയിട്ട് നാട് നീളെ പ്രദർശിപ്പിക്കും വിധത്തിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും സംഭവ വികാസങ്ങളുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ സമുദായം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പടുത്ത ഒരു ഇസ്ലാമിൽ നിന്ന് എത്രമാത്രം അകന്നുപോയിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണം. അവിടെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ മുറുകെ പിടിച്ച മനുഷ്യൻ തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്ന്, അല്ല തന്റെ ചുറ്റുപാടുകളെ കുറിച്ചോർത്തിട്ട് ആവലാതിയോടുകൂടി വേവലാതിയോടുകൂടി ജീവിക്കേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ എന്തൊന്നാണോ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണിച്ചു തന്നത്, ആ കാണിച്ചു തന്നത് നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഏതൊന്നാണോ നമുക്ക് മുമ്പിൽ നിരോധിച്ചത്, ആ നിരോധിച്ചതിനെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. അതിനെ കാലഘട്ടം, ജീവിക്കുന്ന പ്രദേശം, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ ബിസിനസ്, ഇതൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയുടെ മുമ്പിൽ നിങ്ങൾക്ക് തടസ്സമാകേണ്ടതില്ല എന്ന് അതിന്റെ സാർവലൗകികതയെയും സാർവജനീനതയെയും പ്രായോഗികതയെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നു. അഥവാ 1400 വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ചു പോയ കേവലം ഒരു മനുഷ്യൻ നിങ്ങളെപ്പോലെ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് പ്രവാചകരെ താങ്കൾ എന്നവരോട് പറഞ്ഞേക്കൂ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. യൂഹ ഇലയ്യ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിന്റെ ഈരടികളുമായി അള്ളാഹുവിന്റെ മലക്ക് മുഖറബായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ മാലാകയിലൂടെ മനുഷ്യരാശിയെ പഠിപ്പിക്കേണ്ട ജീവിതത്തിന്റെ സന്മാർഗം എന്നിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടത് ഇതാ തലമുറകളിലൂടെ നിങ്ങളിലേക്ക് കൂടി സംവേദനം ചെയ്യപ്പെട്ട് നിങ്ങളിലേക്ക് കൂടി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചുരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്റെ സഹോദരന്മാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദരന്മാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ സഹാബികൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളല്ലേ താങ്കളുടെ സഹോദരന്മാർ? അല്ല, നിങ്ങളെന്റെ അസ്ഹാബാണ്, നിങ്ങളെന്റെ സഖാക്കളാണ്. എന്റെ സഹോദരന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകത്തിന്റെ ഏതൊക്കെയോ കോണുകളിൽ വരാൻ പോകുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഒരു ശൃംഖലയുണ്ട്. ആ മനുഷ്യ സമൂഹത്തിന്റെ ഒരു കൂട്ടം എന്നെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആരാണ് എന്നത് നേർക്കുനേരെ അനുഭവിക്കാനുള്ള ഒരു സാധ്യതകളും അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ എന്നെക്കുറിച്ച് കേട്ടിരിക്കുന്നു, അവരെന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ചര്യകളെ ജീവിതത്തിന്റെ ചര്യകളായി അവർ ഏറ്റെടുത്തിരിക്കുന്നു. അവരാണ് എന്റെ സഹോദരന്മാർ. ആ സഹോദരന്മാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹോദരന്മാരായി കടന്നു ചെല്ലാൻ, ഹൗദുൽ കൗസറിൽ നിന്ന് പാനീയം കുടിച്ച് അള്ളാഹുവിനോട്, അള്ളാഹുവെ, ഞങ്ങൾ നിന്റെ റസൂലിനെ, നീ ഞങ്ങളിലേക്ക് അയച്ച ദൂതനെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ അടയാളം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തിയിൽ ഉണ്ടായിരുന്നു. ആ അടയാളവുമായിട്ട് ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ആഗ്രഹിച്ച താങ്കളുടെ സഹോദരന്മാരുണ്ടല്ലോ, അവരായിട്ട് ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു എന്ന് നാളെ നമ്മുടെ മരണാനന്തരമുള്ള അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിളിച്ചു പറയാൻ കഴിയുന്നൊരവസരമുണ്ട്. എത്ര മനോഹരമാണ് ആ സങ്കല്പം ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വലിയ വിജയത്തിന്റെ ഏറ്റവും നല്ല നിർവൃതിദായകമായ അവസ്ഥയാണത് എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ അവസ്ഥയിലേക്ക് വളരാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹോദരന്മാരായി മാറാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ അർഹമുർറാഹിമീനായ സർവാധിനാഥനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ സംഭവിച്ചു പോകുന്ന എല്ലാ വീഴ്ചകളെയും പടച്ച റബ്ബ്
വിട്ടുപുറത്ത് മാപ്പ് നൽകി അവന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ധാരാളം സഹോദരങ്ങൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അസുഖബാധിതരായി മരണാസന്നരായി കിടക്കുന്ന ആളുകൾ, അസുഖബാധിതരായി ICUവിലും വെന്റിലേറ്ററിലുമൊക്കെയായി കിടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ ധാരാളം ആളുകളുടെ വസിയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ സഹോദരങ്ങൾക്കും പടച്ച റബ്ബ് അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും റഹ്മാനുർ റഹീമായ തമ്പുരാൻ സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പടച്ച റബ്ബ് അസുഖത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മുഴുവൻ സഹോദരങ്ങൾക്കും ശിഫയും ശമനവും ആശ്വാസവും റഹ്മാനുർ റഹീമായ തമ്പുരാൻ ഏറ്റവും ഹൈറായ തീരുമാനവും നൽകി അവരെ പരിഗണിക്കുമാറാകട്ടെ. അസുഖബാധിതരായ അവരെ സംരക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പടച്ച റബ്ബ് അതിന് അർഹമായ ഇഹലോകത്തർഹമായ പ്രതിഫലനവും പരലോകത്തർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഈമാനും ഇസ്തിഖാമത്തും സബറും പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കടബാധ്യതകളെ തൊട്ട് മറ്റ് പരീക്ഷണങ്ങളെ തൊട്ട് നമ്മെല്ലാവരെയും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പേരക്കുട്ടികൾ, അസ്റഫും മുഴുവൻ ആളുകൾക്കും അസ്റഫും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളോടുമൊപ്പം ഇടം ലഭിക്കുന്നവരിൽ നമ്മയും അവരെയും പടച്ച റബ്ബ് ചേർക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, കുടുംബാദികളിൽ കൺകുളിർമയും സന്തോഷവും സമാധാനവും പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا كامل الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا